സാധാരണക്കാരുടെ ഏക ആശ്രയമായ തെക്കേ ചെല്ലാനം കുടുംബാരോഗ്യ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. ചെല്ലാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രവർത്തകർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. സമരത്തിന്റെ ഉദ്ഘാടനം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സുബി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാനായിട്ട് 2 പ്രാവശ്യം പോയിട്ട് എന്നിട്ടും കണ്ടിട്ടില്ല. എത്രയും പേരോ ഈ ആശുപത്രി പ്രവർത്തനം നടന്ന് ഈ പ്രായം ചെന്നവർക്കും കുട്ടികൾക്കും മരുന്ന് തരണമെന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ വടക്കേ ജില്ലയിൽ പോയത് ഒട്ടും ശരിയല്ല. ഈ പ്രവർത്തകരെല്ലാവരും ഒത്തടക്കം കൂടി നിന്ന് ഇത് വിട്ടതാണ്. ഈ വിടാനായിട്ടൊന്നും പാടില്ല. എത്രയും വേഗം ഈ ആശുപത്രി ഇവിടെ ഒന്ന് തുറന്നു ഈ പ്രായം ചെന്നവർക്കും ഈ കുട്ടികൾക്കും എല്ലാവർക്കും മരുന്ന് തരണമെന്നും താഴ്മയായി അപേക്ഷിച്ചു. തെക്കേ ചെല്ലാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 8 മാസമായി കേന്ദ്രം അടച്ചിട്ടിരിക്കുകയാണ്. ഇത് തുറന്നു പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ചെല്ലാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രവർത്തകർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. പ്രാഥമികാരോഗ്യ കേന്ദ്രം സാധാരണക്കാർക്കായി തുറന്നു കൊടുക്കുക. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. റീത്ത് സമരം സിന്ദാബാദ്. കേന്ദ്രത്തിന്റെ പ്രവർത്തനം 2 കിലോമീറ്റർ ദൂരെ യാതൊരു സൗകര്യവുമില്ലാത്ത ചെറിയൊരു കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. ഇതുമൂലം തെക്കേ ചെല്ലാനം മുതൽ പള്ളിത്തോട് വരെയുള്ള 100 കണക്കിന് രോഗികളാണ് ദിവസവും ബുദ്ധിമുട്ടുന്നത്. നിലവിലെ കെട്ടിടത്തിൽ ആരോഗ്യ കേന്ദ്രം പുനർനിർമ്മിക്കുവാനുള്ള അടിയന്തര നടപടി ഭരണാധികാരികളിൽ നിന്നും ഉണ്ടാകണമെന്നും മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സുബി സമരം ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്തിന്റെ കീഴിൽ 2 ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ കഴിഞ്ഞ 2.5 വർഷങ്ങളായിട്ട് ഇതിന്റെ അടുത്തുള്ള ഒരു ആരോഗ്യ കേന്ദ്രവും കഴിഞ്ഞ 7.5 മാസമായിട്ട് ഈ ആരോഗ്യ കേന്ദ്രവും അൺഫിറ്റ് ആയതിന്റെ പേരിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഈ ആദ്യത്തെ ആരോഗ്യ കേന്ദ്രം പൂട്ടിയിട്ട് 2.5 വർഷമായി. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന കേരള സർക്കാരിന്റെ കീഴിലുള്ള ഒരു MLA ഉണ്ട്. ധാരാളം ജനപ്രതിനിധികളുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ഈ ജനങ്ങളുടെ ദുരിതം കാണാനോ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനോ സമയമില്ലാത്ത സാഹചര്യമാണ്. ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് വന്ന പഞ്ചായത്ത് ഭരണസമിതിയും അതോടൊപ്പം തന്നെ MLA അടക്കമുള്ള ഭരണസമിതിയാണ്. ഇവർ പിന്നെ എന്തിനാണ് ജനങ്ങൾ ഇവരെ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ചെല്ലാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 25 ദിവസമായിട്ട് വിവിധ തരത്തിലുള്ള സമര പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും കണ്ടിട്ട് ഇവിടുത്തെ ഭരണസമിതിക്ക് കണ്ണ് തുറന്നിട്ടില്ല. അതോ കണ്ടത് കാണാത്ത പോലെ നടിച്ച് മുന്നോട്ട് പോവുകയാണോ എന്നതാണ് സംശയം. ചെല്ലാനം മണ്ഡലം പ്രസിഡന്റ് NT ആന്റണിയുടെ അധ്യക്ഷതയിൽ കോർപ്പറേഷൻ കൗൺസിലർ ശൈല തദേവൂസ്, ഷാജി തോപ്പിൽ, ആന്റണി വാലന്റയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനില സെബാസ്റ്റ്യൻ, സോജൻ അറക്കൽ, ടോണി തയ്യിൽ, അലക്സ് കാരങ്കാട്ട്, റേജി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ മെയ് 27-ാം തീയതി തീരെ സദസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ നമ്മുടെ ഈ ആശുപത്രിയുടെ ബിൽഡിങ് അൺഫിറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രി പ്രവർത്തനം 28-ാം തീയതി മുതൽ നിർത്തിവച്ചിരിക്കുകയാണ്. ഇവിടെ ചെല്ലാനത്ത് ഒരു ദിവസം കുറഞ്ഞത് ഒരു 500 ആളുകളെങ്കിലും ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വന്ന് ചികിത്സ തേടി അവർ അത്യാവശ്യ മരുന്നുകൾ കിട്ടി വരുന്നില്ലെന്നുള്ളത് ഒരു വശത്തുണ്ടെങ്കിലും ഡോക്ടർമാരുടെ ഒരു പരിലാളന വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മത്സ്യത്തൊഴിലാളികളും പട്ടികജാതിക്കാരുമായ ഉള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഇത്തരത്തിലൊരു ക്രൂരമായ നടപടിക്ക് നേതൃത്വം കൊടുത്തേക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസ് എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതും വമ്പിച്ച വിലക്കുറവിൽ. ഇനി വിവിധ ഷോപ്പുകളിൽ കയറി സമയം കളയണ്ട. നിങ്ങൾക്ക് ആവശ്യമായ പ്രോഡക്ട്സുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിൽ ഷോപ്പ് ചെയ്യാം. സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്.